അപ്പൻ ആരാണെന്നറിയാമോ? ജൻസികളെക്കുറിച്ച് കാശ്മീർ മുഖ്യമന്ത്രി BJP-കാരനല്ല കേട്ടോ, ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തുകൊണ്ടാണ് ഒമർ അബ്ദുള്ളയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്? നിങ്ങളെല്ലാം കണ്ടു കാണും ഒരു വീഡിയോ. ഒരു സ്ത്രീ, പെൺകുട്ടി എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, ഒരു തടിച്ച സ്ത്രീയാണ്. ഞാൻ ബോഡി ഷേമിങ് നടത്തുന്നതല്ല, ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അവർ കുറേ ആളുകളുമായി വന്ന് ഒരു മിലിറ്ററി പോലീസ് ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിൽ നിന്ന് ബഹളം വയ്ക്കുകയാണ്. हम लोग पैसे देके यहाँ घूमने आते हैं या फिर ये सब टॉलरेट करने आते हैं? ताला लगा दिया इन्होंने, कश्मीरियों के साथ तो करते हैं, अब बाहर के टूरिस्टों के साथ भी कर रहे हैं. ബഹളം വെച്ചിട്ട് പറയുന്നു പട്ടാളക്കാരെ ചീത്ത വിളിക്കുക. നിങ്ങളൊക്കെ എന്താണ്? ഞങ്ങളുടെ ശമ്പളം കൊണ്ടാണ് നിനക്കൊക്കെ ജോലി തരുന്നത്. ഞങ്ങൾ ടൂറിസ്റ്റുകളാണ്, ഞങ്ങളെ കടത്തിവിടണം, ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഞങ്ങൾ ജൻസിയാണ്, ഞങ്ങളിത് ക്ഷമിക്കില്ല. ജൻസിയാണ്. ഇന്ത്യയിലെ ജൻസികൾ ഒന്നിനെയും ക്ഷമിക്കില്ല, ഒന്നിനോടും പൊറുക്കില്ല, ഒന്നിനോടും സമരസപ്പെടില്ല. സൗരവദാസ് എന്നുള്ള പാർട്ടികളുടെ നേതാവ് പറഞ്ഞില്ലേ, സുപ്രീം കോടതി ഞങ്ങൾക്കെതിരെ ഉത്തരവിറക്കിയാൽ ഞങ്ങൾ സുപ്രീം കോടതിയോട് നെഗോഷിയേറ്റ് ചെയ്യും. സുപ്രീം കോടതിയുടെ വിലപേശും. ഇത് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ മീൻ മാർക്കറ്റാണ് എന്ന് കരുതുന്നതാണ്. മീൻ മാർക്കറ്റിൽ പോയിട്ട് ചിലരൊക്കെ ഇപ്പം പറ്റൂല കേട്ടോ, വിലപേശാറുണ്ട്. വിലപേശി നീതി മേടിക്കും. എന്താണ്? കേസിലൊരു വിധി വന്നാൽ അത് അന്തിമമാണ്, പക്ഷേ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യും എന്ന് പറയുന്ന മാതൃകയാണ് സൗരവദാസിൻ്റെയും അഭിജിത്ത് ദീപ്കയുടെയൊക്കെ. കാരണം ഇവരെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു. ഇവരുടെ ക്രെഡിബിലിറ്റി, ഇവരാരാണ്, ഇന്ത്യക്കാർ പോലും അല്ല എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ജൻസി ആയാൽ എന്തും ചെയ്യാം എന്നൊരു തോന്നലുണ്ട്. പട്ടാളം അല്ലെങ്കിൽ കാശ്മീരിലെ പോലീസ് സേന നമ്മുടെ കേരളത്തിലെ പോലീസ് സേന പോലെ അല്ല കേട്ടോ. കാരണം അവർ ഓരോ നിമിഷവും ജീവൻ പണയം വെച്ചിട്ടാണ് കാശ്മീരിലെ പോലീസുകാർ പണിയെടുക്കുന്നത്. എപ്പോഴെവിടെ നിന്നൊരു വെടിയുണ്ട ചീറിപ്പാഞ്ഞ് വരുമെന്ന് അറിയില്ല. നമ്മുടെ പോലീസുകാരെ പോലെ ലാത്തി മാത്രം കൊണ്ടല്ല കാശ്മീരിലെ പോലീസുകാർ സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും. സിറ്റുവേഷൻ വളരെ വേറെയാണ്. ഭീകരവാദികളുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് കടത്തിവിടുന്ന ഭീകരവാദികളുണ്ട്. അതുകൊണ്ട് അതീവ സുരക്ഷയാണ്. ചിലപ്പോൾ വലിയ മലനിരകളാണ്, ചിലപ്പോൾ കാലാവസ്ഥ വ്യത്യാസം ഉണ്ടായാൽ മലയിടിച്ചിലുണ്ടാവാം, അല്ലെങ്കിൽ ചിലയിടത്തൊരു കോമ്പിംഗ് നടക്കുകയായിരിക്കാം, തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടാവാം, തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ VVIP മൂവ്മെൻ്റ് ഉണ്ടായിരിക്കാം. കാശ്മീരിലെ മുഖ്യമന്ത്രി പോലും പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് പോലെയുള്ള സുരക്ഷാ സന്നാഹങ്ങളുമായിട്ടാണ്. അതിൻ്റെ ഭാഗമായി മിലിറ്ററി എന്ത് ചെയ്തു? കാർഗിൽ ജില്ലയിലെ ദ്രാസിലെ ഒരു ചെക്ക് പോസ്റ്റ്, മിനിമാർഗ് സോനാമാർഗ് റൂട്ടിലുള്ള ചെക്ക് പോസ്റ്റിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാണ് ഈ സ്ത്രീ, പെൺകുട്ടി എന്നൊന്നും വിളിക്കാൻ എനിക്ക് തോന്നണില്ല കേട്ടോ, അവരുടെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടതാണ്, ബഹളം വയ്ക്കുന്നത്. അവരെന്നിട്ട് പറയും ഞങ്ങൾ ജൻസിയാണ്, ഞങ്ങൾ സമ്മതിക്കത്തില്ല, പട്ടാളത്തിൻ്റെ നടപടിയും ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾ ടൂറിസ്റ്റുകളാണ്. എന്നിട്ടൊരു വായിൽ കൊള്ളാത്ത ഡയലോഗും, നിങ്ങൾ കാശ്മീരിലെ ജനങ്ങളെ മുഴുവൻ ലോക്ക് ചെയ്ത് വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്, അതുപോലെ ഞങ്ങൾ ടൂറിസ്റ്റുകളെ പൂട്ടിയിടാൻ ശ്രമിക്കുകയാണ് എന്നുള്ള വീഡിയോ പുറത്തു വന്നു, ഭയങ്കര വൈറലായി. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈ സ്ത്രീയെ ചീത്ത വിളിക്കുകയും, ജൻസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജൻസി, നിങ്ങളുടെ ഈ നിങ്ങൾ ജൻസി ആണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റിയ ഒരു അബദ്ധം കൊണ്ടാണ് നിങ്ങളിപ്പോൾ ജൻസി, നിന്നെപ്പോലെയുള്ള ആളുകൾ ജൻസി ആയത് എന്ന് വരെ പറയുന്ന തരത്തിലുള്ള കമൻറ്റൊക്കെ ഉണ്ടായി. ഇന്നലെ മാപ്പും വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്നവരെല്ലാം പ്രകോപിപ്പിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇന്ത്യൻ ആർമിയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ സാലറിയുടെ കാര്യം, ശമ്പളം എൻ്റെ നികുതിപ്പണമാണെന്ന് പറയാൻ പാടില്ലായിരുന്നു. पहले तो जय हिंद, अपने जवान भाइयों को, जो मेरे भाई बाप सब कुछ हैं, जिनकी वजह से हम लोग अपने घर में सेफली सो पाते हैं, सुबह उठ पाते हैं. आप लोग बॉर्डर पे रह के हम लोगों की सेवा करते हैं, लेकिन हम जैसे बदतमीज लोग फ्रस्ट्रेशन में आके कुछ भी बोल देते हैं, जबकि आप लोग हमें कभी कुछ नहीं बोलते. मुझसे बहुत बड़ी गलती हुई जो मैंने ये सब चीज बोली. मुझे ये चीज बहुत रियलाइज पहले भी हुई थी, तभी मैंने वो वीडियो कभी भी नहीं चढ़ाया, क्योंकि मुझे पता था मैंने वहां पे चिल्ला के गलत किया है. लेकिन आप लोगों ने कुछ भी मुझे नहीं बोला. मैं ये चीज मानती हूँ. प्लीज मेरे देश के जवान भाई मुझे माफ कर दो. मैंने जो भी वहां पे गलती की है, प्लीज आप लोग मुझे माफ कर दीजिए. ഇത് കേരളത്തിൽ ചില മരയുളകൾ പറയുന്ന ഡയലോഗാണ്. പട്ടാളക്കാരനായ എന്താ ശമ്പളമല്ലേ, ശമ്പളത്തിന് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത്? പട്ടാളക്കാരൻ ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ ജോലി ചെയ്യുന്നത്?
മറ്റ് ഏതെല്ലാം ജോലി, അധ്യാപകരുടെ ജോലി, ബാങ്കിലെ ജോലി ഒക്കെ പോലെയാണോ പട്ടാളക്കാരുടെ ജോലി? ഏതു നിമിഷവും ഒരു വെടിയുണ്ട വന്ന് നെഞ്ചിൽ കയറിയേക്കാം, ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള മുന്നറിയിപ്പിലും ജാഗ്രതയിലും ജോലി ചെയ്യുകയാണ് അവർ. അതിനകത്ത് രാജ്യത്തോടുള്ള കൂറുകൂടിയുണ്ട് പട്ടാളക്കാരുടെ ജോലിയിൽ. ശമ്പളം കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിനകത്തൊരു ഡെഡിക്കേഷനുണ്ട്, സർവീസുണ്ട്, രാജ്യസ്നേഹമുണ്ട്. അതാണ് പട്ടാളക്കാരൻ്റെ ജോലിയും ബാങ്കിലെ ജോലിയും അധ്യാപകൻ്റെ ജോലിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് മനസ്സിലാക്കാതെയാണ് കേരളത്തിൽ നിന്നും കുറേ പേർ മുമ്പ് പറഞ്ഞു പട്ടാളക്കാർ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ലേ എന്ന്. അവനോടൊക്കെ എന്ത് പറയാനാണ്? അതുപോലെയാണ് ഈ പെൺകുട്ടി. ഇന്നത്തെ ജെൻസി പുതിയ തലമുറ നോക്കുമ്പോൾ പട്ടാളക്കാരനും ജോലി ചെയ്യുന്നു, ശമ്പളം കൊടുക്കുന്നു. അതല്ലാതെ പട്ടാളക്കാരൻ അതിർത്തിയിൽ വെടിയുണ്ടകൾ ഏതു നിമിഷവും പാഞ്ഞു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഉറക്കമളച്ച് മഞ്ഞിലും മഴയിലും ചതുപ്പിലും കടലിലും ആകാശത്തും ജാഗ്രത പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നത് എന്ന് മറന്നുപോകുന്ന ഒരു തലമുറ. പട്ടാളക്കാരെ വെറും കൂലിപ്പണിക്കാരായി മാത്രം കരുതുന്ന ഒരു തലമുറ ജെൻസിയാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ അപമാനം വേറെയില്ല. അതിൻ്റെ പ്രതീകമാണ് ഈ സ്ത്രീ ദ്രാസിൽ, കാർഗിൽ ജില്ലയിലെ ദ്രാസ് മേഖലയിലെ ചെക്ക് പോസ്റ്റിന് മുന്നിൽ കാണിച്ചത്. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. അതുകൊണ്ടാണ് അവർ വന്ന് NDTV എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിൻ്റെ ലേഖകൻ്റെ മുന്നിലാണ് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പ്രശ്നമായി, എൻ്റെ നാട്ടുകാരറിഞ്ഞ് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, എനിക്ക് നെഞ്ചുവേദന വന്നു, ആംബുലൻസ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടൊരു ന്യായോ? അത് ഞാൻ ഇപ്പോൾ ഇട്ട വീഡിയോ അല്ല, 1 മാസം മുമ്പ് ജൂലൈ മാസത്തിൽ ഷൂട്ട് ചെയ്തതാണ്. എന്തിനാണെന്നറിയില്ല ഇപ്പോൾ അത് പുറത്തോട്ട് വിട്ടത്. ആ ജൂലൈ മാസത്തിൽ ഷൂട്ട് ചെയ്തായിരിക്കും. അത് കണ്ട ഏതോ ഒരു ദേശസ്നേഹിക്ക്, മാതൃരാജ്യത്തോട് സ്നേഹമുള്ള ഒരു ദേശസ്നേഹിക്ക്, ഒരു ദേശദ്രോഹിയെ, ഒരു ദേശദ്രോഹ മനസ്ഥിതിയുള്ള ഒരു ജെൻസിയെ തുറന്നു കാണിക്കണമായിരുന്നു. ജെൻസി എന്ന് പറയുന്നത് ഇതാണ് എന്ന് ലോകത്തിന് മുമ്പിൽ സ്ഥാപിക്കാൻ പറ്റിയ ഒരവസരമായിരുന്നു. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഭൂരിപക്ഷം ജെൻസികൾ. പക്ഷെ ജെൻസിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കൂട്ടരുണ്ടല്ലോ, അവരിങ്ങനെയാണ് ഇത് കാണിക്കാറ്. ഞാൻ ഈ ജെൻസിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്ക് ജെൻസികൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ABVP. അതിൽ 10-20 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. അവർ ജെൻസികളല്ലേ? എൻ്റെ ചോദ്യമാണ്. അതായത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കൂടിയ 2000-3000 ആളുകളാണോ ഈ രാജ്യത്തെ ജെൻസി? ABVPയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ നിങ്ങൾ ജെൻസിയായിട്ട് കൂട്ടിയിട്ടില്ല. നിങ്ങളുടെ 2000 പേരെ ചെറുക്കാൻ ഡൽഹിയിലെ മാത്രം ABVPക്കാർ ഇറങ്ങിയാൽ നിങ്ങൾ തവിട് പൊടിയായി പോകും. അവരും ജെൻസിയാണെന്നേ. അപ്പം ഇന്ത്യയിലെ മുഴുവൻ ജെൻസികളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കൊന്നുമില്ല. ഇവിടെ ചിലരൊക്കെ പറയും നിൻ്റെ തന്തയുടെ വകയല്ല ഇന്ത്യ എന്നുള്ളത്. ഇവൻ 10 പേർ ഈ രാജ്യദ്രോഹികൾ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ആവുക? അതേടാ എൻ്റെ തന്തയുടെ വകയാണ് ഇന്ത്യ. സംശയം എന്താ? എൻ്റെ തന്തയുടെയും എൻ്റെ തന്തയുടെയും വകയാണ് ഇന്ത്യ. ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയാണ് പങ്കെടുത്തിട്ടുള്ളത്? എവിടെ? ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളി പറഞ്ഞു. ബ്രിട്ടീഷുകാരൻ്റെ പാത സേവ ചെയ്ത് അധികാരം പിടിച്ചുപറ്റി കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എണ്ണി പറയണം. ഒരു ദിവസം മുഴുവൻ എടുക്കും കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ദാസ്യവൃത്തി ചെയ്തതിൻ്റെ കണക്കുകൾ പറഞ്ഞാൽ. ഇവിടെ കേരളത്തിൽ ദേശാഭിമാനി പത്രം തുടങ്ങിയത് ബ്രിട്ടീഷുകാരൻ്റെ കാശ് കൊണ്ടാണ്. ഇത് ഇന്ന് BJPയിൽ ഇല്ലാത്ത തൃക്കരിപ്പൂർ MP സന്ദീപ് വാര്യർ ഒരു ഡിബേറ്റിൽ പറഞ്ഞാണ്. രേഖകൾ വെച്ച് സന്ദീപ് വാര്യർ സ്ഥാപിച്ചപ്പോൾ കണ്ടം വഴി ഓടി അന്തംകമ്പികൾ. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അപ്പോൾ ഏതായാലും ഇത് ഈ സംഭവം അറിഞ്ഞപ്പോഴാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്, ജെൻസി എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവരൊന്നും ഇങ്ങനെ കരുതുന്നവരല്ല. ഇനി ഇങ്ങനെയാണ് ജെൻസികളെന്ന് ലോകം തിരിച്ചറിഞ്ഞാൽ, മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ ജെൻസി എന്ന പേരിലുള്ള നിങ്ങളുടെ ഈ ഹുങ്കങ് അവസാനിക്കും. ജെൻസികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് രാജ്യത്ത് ഒരു നിയമവും ബാധകമല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ അപ്പൻ ആരാണെന്നറിയാമോ? കാണിച്ചു തരാം എന്നൊക്കെ പറയുന്ന ചില ആളുകളില്ലേ, ആ തരത്തിലേക്ക് ജെൻസി പെരുമാറരുത് എന്ന് കർശനമായ താക്കീത് ഒമർ അബ്ദുള്ള. ഞാൻ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. ചില സമയത്ത് ഒമർ അബ്ദുള്ള ഇങ്ങനെയൊക്കെ പറയും. ഒമർ അബ്ദുള്ള BJPക്കാരനല്ല, രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം ഒമർ അബ്ദുള്ളയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമില്ല.
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒമർ അബ്ദുള്ളയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അല്ല. തെരഞ്ഞെടുപ്പുകളിൽ ഒരു ക്രമക്കേടും നടക്കുന്നില്ല എന്ന് എത്രയോ വട്ടം ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം അമേരിക്കൻ അംബാസഡർ കാശ്മീർ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്ന് US അംബാസഡർ പറഞ്ഞതിനോട് ചേർത്ത് നിന്നിട്ട് ഇതിൽ ഇടപെടാൻ വേറെ ആരുമുണ്ട്, ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾ തീർത്തോളും, കാശ്മീരിൻ്റെ പേരിൽ പാകിസ്ഥാനുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അമേരിക്ക എന്നല്ല ദൈവം തമ്പുരാൻ പോലും വരണ്ട, ഞങ്ങൾ ഇന്ത്യക്കാർ തീർക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനും 2 ദിവസം മുമ്പ് ഓഗസ്റ്റ് 15 പറഞ്ഞു, പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടേതാണ്, പിടിച്ചെടുക്കും. പറഞ്ഞ നരേന്ദ്രമോദിയോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ അല്ല, ഒമർ അബ്ദുള്ള അങ്ങനെയൊക്കെ നിലപാടെടുക്കുന്നത്. ആ ഒമർ അബ്ദുള്ളയാണ് ജൻസികളുടെ പേരും പറഞ്ഞ് എന്ത് തെമ്മാടിത്തരവും കാണിച്ചാൽ രാജ്യം അത് ക്ഷമിക്കില്ല എന്ന് പറയുന്നത്. അമിത്ഷാ പറഞ്ഞാൽ വാർത്തയാകുമായിരുന്നു. കാരണം ജൻസികൾക്കെതിരെ അമിത്ഷാ, ജൻസികൾക്കെതിരെ നരേന്ദ്രമോദി. ജൻസികളെ പരോക്ഷമായി തന്തയ്ക്ക് വിളിച്ച് ഒമർ അബ്ദുള്ള മിനിഞ്ഞാന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല. അതുകൊണ്ട് ഇന്നലെ മാപ്പ് പറഞ്ഞ ആ ജൻസി സ്ത്രീ ഉണ്ടല്ലോ, അവർ പറയുന്നുണ്ട് ഒമർ അബ്ദുള്ള സാബിനോടും ഞാൻ മാപ്പ് പറയുന്നു. കാരണം ഒമർ അബ്ദുള്ള പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെയും ചില മുഖ്യമന്ത്രിമാരുണ്ട് കേട്ടോ. കോൺഗ്രസ്സുകാരല്ല BJPക്കാരുമല്ല. എന്നാൽ ഗതികെട്ട് കോൺഗ്രസിൻ്റെ മുന്നണിയിൽ പെട്ടുപോയിട്ട് അവിടെ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാതെ സ്വന്തം അഭിപ്രായം ആർജവത്തോടെ പറയുന്ന മുഖ്യമന്ത്രിമാർ. ഒമർ അബ്ദുള്ളയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പേരിൽ ഒരു സല്യൂട്ട് കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണോ എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ സമീപകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ കൺസ്ട്രക്റ്റീവാണ്, വളരെ പോസിറ്റീവാണ്. ഏതായാലും ജൻസി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു നിയമവും ബാധകമല്ലാത്ത, രാജ്യത്തെ ഒരു സംവിധാനത്തെയും ഗൗനിക്കേണ്ടതില്ലാത്ത ആളുകളാണ് എന്നുള്ള ധാരണ ഈ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കാൻ ദില്ലിയിലെ അരാജക സംഘത്തിന് അഭിജിത് ദീപ്കെ, സൗരവ് ദാസ് എന്ന് പറയുന്ന ക്രിമിനൽ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ്. പട്ടാളത്തിന് നേരെ ടൂറിസ്റ്റുകളായ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ വഴിയടച്ചു എന്നതിൻ്റെ പേരിൽ ജൻസികൾ ഇതൊന്നും ക്ഷമിക്കില്ല എന്ന് പറയുന്ന തെമ്മാടിത്തരം. ഇവളെയൊക്കെ പിടിച്ചു കെട്ടി അതിർത്തി കൊണ്ടു നിർത്തണം. അപ്പോൾ അറിയാം ഇതിൻ്റെ ഒരു വിഷമം. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകൾ ഇന്ത്യ ലൈവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഈ ചാനലിന് ശക്തി നൽകുന്നത് നിങ്ങളാണ്. ഇന്ത്യ ലൈവ് ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ ചെയ്യണേ.